പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മരുഭൂമിയിൽ സമൂഹത്തിന്റെ മധ്യ ഇറങ്ങാൻ കഴിയാതെ, പ്രിയപ്പെട്ടവന് മുൻപിൽ തല ഉയർത്തി നിൽപ്പാൻ കഴിയാതെ, ജീവിതത്തിൽ ഇനി എന്ത് എനിക്ക് നാളെ എന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന മുൾപടർപ്പിന്റെ മധ്യേ കത്തുന്നൊരു അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആദ്യമൊക്കെ യഹോവയുടെ സംസാരം കേൾക്കുമ്പോൾ അത് അംഗീകരിപ്പാൻ മോശയ്ക്ക് പ്രയാസമുണ്ടായിരുന്നു. കാരണം അവൻ പരിമിതികളുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സംസാരം കടന്നു വരുമ്പോൾ നാം നമ്മുടെ ചില പരിമിതികളെ ദൈവസന്നിധിയിൽ എടുത്തു വെച്ചിട്ട് പറയുന്നു, കർത്താവേ, എനിക്ക് കഴിയുകയില്ല. മോശയുടെ പരിമിതി അവന്റെ തടിച്ച നാവായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിൽപ്പാൻ പലപ്പോഴും നമുക്ക് പരിമിതിയും കഠിനത നിറഞ്ഞ നമ്മുടെ നാവുകൾ തന്നെയാണ്. പറവാൻ പാടില്ല